ഹലോ, ഈ ചൂടിന് തണുക്കാൻ ഒരു മാംഗോ ഫലൂദ ആയാലോ? ഇപ്പൊ മാംഗോ സീസൺ ആയതുകൊണ്ട് തന്നെ വീടുകളിലും കടകളിലും ഒക്കെ മാങ്ങ കിട്ടുന്ന ഒരു സമയമാണ്. മാങ്ങയും ഐസ്ക്രീമും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് മാംഗോ ഫലൂദ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? മാംഗോ ഫലൂദ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റിയ ഫലൂദന്റെ അളവാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പുറമേ കാണാൻ കുറച്ച് പച്ചക്കളറൊക്കെ ഉണ്ടെങ്കിലും മാങ്ങ അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2 കപ്പ് മാങ്ങ ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്. 2 കപ്പ് പാൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു പാക്കറ്റ് പാലുണ്ടാവും. ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില ഐസ്ക്രീം ആണ്. ഇതിലേക്ക് ഏകദേശം ഒരു 5-6 സ്കൂപ്പ് വാനില ഐസ്ക്രീം വേണം. ഞാനിവിടെ ജോയിന്റെ വാനില ഐസ്ക്രീം ആണ് എടുത്തിട്ടുള്ളത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം. അത്യാവശ്യം പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര അധികം ആവശ്യമില്ല. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇനി ഫലൂദ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ടൂട്ടി ഫ്രൂട്ടി. ഞാനിവിടെ ഒരു 3-4 കളറ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവും കാര്യമൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെയാണ് ഡ്രൈ ഫ്രൂട്ട്സ്. ഞാനിവിടെ ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഏകദേശം ഒരു 1/4 കപ്പ് വീതം എടുത്താൽ മതി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയെല്ലാം ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം. 2 മാങ്ങയും കൂടി ഏകദേശം 2 കപ്പ് മാങ്ങ ഉണ്ട്. അതിലൊരു കപ്പ് മാങ്ങ ഞാനിപ്പോൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് തണുത്ത പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. കട്ടപ്പാല് ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാനിത് മോക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് അധികം തണുത്ത പാൽ എടുക്കാഞ്ഞത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ ഇട്ടിട്ടുള്ള മാങ്ങേൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു വരുന്ന രീതിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ മാങ്ങയും പാലും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഫലൂദ സെറ്റ് ചെയ്തെടുക്കാം. ഫലൂദ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അളവും കാര്യവും വെച്ചിട്ട് ഏകദേശം 4 ഗ്ലാസ് ഫലൂദ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം മാങ്ങാ കഷ്ണങ്ങളും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ? കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാൻ നല്ല രസമുണ്ട്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഈ ഫലൂദ ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.